ഹായ് ഫ്രണ്ട്സ്, ടാർഗറ്റ് PSC കേട്ടറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ് എന്നിവയെക്കുറിച്ചാണ്. എന്താണ് ഇൻഫിനിറ്റീവ്? V1 അഥവാ വെർബിൻ്റെ ഒന്നാമത്തെ രൂപത്തെ പറയുന്നത് ബെയർ ഇൻഫിനിറ്റീവ് എന്നാണ്. അപ്പോൾ ഇൻഫിനിറ്റീവിനെ അതായത് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബെയർ ഇൻഫിനിറ്റീവും രണ്ടാമത്തെ ടു ഇൻഫിനിറ്റീവും. അതായത് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ്. ഇപ്പോൾ റൈറ്റ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ബെയർ ഇൻഫിനിറ്റീവ്. അതുപോലെ അതിൻ്റെ ING ഫോമാണ് റൈറ്റിംഗ് എന്നത്. അതുപോലെ ടു റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ടു ഇൻഫിനിറ്റീവ് ആവും. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ V1 ഫോം അത് തന്നെയാണ്. അതായത് ഒരു ക്രിയയുടെ ഒന്നാമത്തെ രൂപം തന്നെയാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. V1നെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നു. എക്സാമ്പിൾ നോക്കാം. ഐ ഹേർഡ് ഹിം ടോക്ക് ലൗഡ്ലി. ഇവിടെ ടോക്ക് എന്നത് V1 ഫോമാണ്. വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ടോക്ക് എന്നത്. വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ടോക്ക് എന്നത്. അപ്പോൾ ഈ ടോക്ക് എന്നത് V1 ആയതുകൊണ്ട് ഇതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നു. ഇനി 2+V1 ടൂവും അതിനുകൂടി V1 അഥവാ ബെയർ ഇൻഫിനിറ്റീവും കൂടി ചേരുമ്പോഴാണ് അത് ടു ഇൻഫിനിറ്റീവ് ഫോം ആകുന്നത്. ടൂവും അതിനുകൂടി ബെയർ ഇൻഫിനിറ്റീവും കൂടി ചേരുമ്പോൾ അത് ടു ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ് പറയുമ്പോൾ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ്. അപ്പോൾ ടൂവും അതിൻ്റെ കൂടെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം അഥവാ ബെയർ ഇൻഫിനിറ്റീവും കൂടി ചേരുമ്പോൾ അത് ടു ഇൻഫിനിറ്റീവായി മാറും. എക്സാമ്പിൾ നോക്കാം. ഹീ വാണ്ടഡ് ടു പ്ലേ ടെന്നീസ്. ഹീ വാണ്ടഡ് ടു പ്ലേ ടെന്നീസ് എന്നതിൽ ഇവിടെ ടു പ്ലേ എന്നത് V1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടു പ്ലേ എന്നത് ടു ഇൻഫിനിറ്റീവ് ഫോമിൻ്റെ രൂപമാണ്. ഹീ വാണ്ടഡ് ടു പ്ലേ 2+V1 ടു ഇൻഫിനിറ്റീവ് ആണ്. ഹീ വാണ്ടഡ് ടു പ്ലേ ടെന്നീസ് എന്നത്. അടുത്ത് നോക്കാം. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ് നോട്ട്, ഡയറൻറ്റ്, ഡു, ഡസ്, ഡിഡ്. ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ ഇവയ്ക്ക് ശേഷം വരുന്നത് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ വെർബിൻ്റെ V1 ഫോമാണ്. അഥവാ വെർബിൻ്റെ V1 ഫോമാണ് വരേണ്ടത്. അപ്പോൾ വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ് നോട്ട്, ഡയറിൻറ്റ്, ഡു, ഡസ്, ഡിഡ്. ഇവ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ ഇവയ്ക്ക് ശേഷം വരേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ വെർബിൻ്റെ V1 ഫോം. എക്സാമ്പിൾ നോക്കാം. ഹീ വിൽ ഹെൽപ്പ് യു. ഇവിടെ വില്ലിന് ശേഷം V1 ഫോം, ഹെൽപ്പിൻ്റെ V1 ഫോം തന്നെയാണ്, ഹെൽപ്പ് തന്നെയാണ്. ഈ ING ഫോം ആകുമ്പോൾ ഹെൽപ്പിങ്ങും ടു ഇൻഫിനിറ്റീവ് ആകുമ്പോൾ ടു ഹെൽപ്പ് എന്നുമാവും. പക്ഷേ ഇവിടെ വില്ലിന് ശേഷം ഉപയോഗിക്കേണ്ടത് V1 അഥവാ ബെയർ ഇൻഫിനിറ്റീവ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹീ വിൽ ഹെൽപ്പ് യു എന്നേ ഉപയോഗിക്കാൻ പാടൂ. അടുത്തത് നോക്കാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. കണ്ടോ, ക്യാനിന് ശേഷം വരേണ്ടത് V1 ഫോം അഥവാ ബെയർ ഇൻഫിനിറ്റീവ് ആയതുകൊണ്ട് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, സ്പീക്ക് എന്ന V1 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് നോക്കാം. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ, സൂണർ ദാൻ, റാദർ ദാൻ എന്നിവ ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു സെൻറ്റൻസിൽ ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ, സൂണർ ദാൻ, റാദർ ദാൻ ഇവയ്ക്ക് തൊട്ടു ശേഷം ഒരു ഡാഷ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ വെർബിൻ്റെ V1 ഫോമാണ്. ഒരിക്കൽ കൂടി. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ, സൂണർ ദാൻ, റാദർ ദാൻ ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ വെർബിൻ്റെ V1 രൂപമാണ്. എക്സാമ്പിൾ നോക്കാം. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ദ ഡോക്ടർ. ഇവിടെ ഹാഡ് ബെറ്ററിന് ശേഷം കൺസൾട്ട് എന്ന V1 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ കൺസൾട്ടിങ് എന്നോ കൺസൾട്ടഡ് എന്നോ ടു കൺസൾട്ട് എന്നോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഡ് ബെറ്ററിന് ശേഷം കൺസൾട്ട് എന്ന V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ദ ഡോക്ടർ എന്നാണ് പറയൂ. അടുത്തത് ലെറ്റ്, മേക്ക്, ഹെൽപ്പ് പ്ലസ് ഇവയ്ക്ക് ശേഷം ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ വെർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഒരിക്കൽ കൂടി. ലെറ്റ്, മേക്ക്, ഹെൽപ്പ് ഇവയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ വെർബിൻ്റെ V1 ഫോമാണ്. ഇവിടെ നോക്കൂ. ലെറ്റ് ഹിം ഡാഷ് ദർ ഗോയിങ് ലെറ്റ് ഹിം ഡാഷ് ദർ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കേണ്ട V1 ഫോം എന്ന് പറയുന്നത് ഗോയാണ്. ഓപ്ഷൻസിൽ ഗോയിങ് ടു ഗോ എന്നിവ തന്നിട്ടുണ്ട്. ഗോയിങ് ടു ഗോ എന്നിവ തന്നിട്ടുണ്ട്. പക്ഷേ ലെറ്റിന് ശേഷം ഒരു ഒബ്ജക്റ്റ് ഹിം എന്ന ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട്
ലെറ്റിന് ശേഷം ഹിം എന്ന ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അതിനുശേഷം ഉപയോഗിക്കേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ V1 ഫോമാണ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V1, മേക്ക് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V1, ഹെൽപ്പ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V1. അതായത് ലെറ്റ്, മേക്ക്, ഹെൽപ്പ് ഇവയ്ക്ക് ശേഷം ഹിം കണ്ടോ, ഹിം ഒബ്ജക്റ്റ് ആണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ V1 ഫോം. ഇവിടെ വെർബിൻ്റെ V1 ഫോം ഗോയിങ് അല്ല, ടു ഗോയും അല്ല, ഗോയാണ്. അപ്പോൾ ലെറ്റ് ഹിം ഗോ, ദർ എന്നിവയുള്ളൂ. അടുത്തത് ഐ മെയ്ഡ് ഹിം റൈറ്റ് ഇംഗ്ലീഷ് എന്നാണ്. കാരണം ഐ മെയ്ഡ് എന്നാ തന്നിരിക്കുന്നത്. മെയ്ഡിന് ശേഷം ഒബ്ജക്റ്റ് ഹിം തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഉപയോഗിക്കേണ്ടത് V1 ഫോം റൈറ്റ്. ടു റൈറ്റ് എന്നത് ടു ഇൻഫിനിറ്റീവ് ഫോമാണ്. റൈറ്റ് എന്നതാണ് V1 ഫോം. അപ്പം മെയ്ഡ്, മേക്ക്, ലെറ്റ്, ഹിം ഇവയ്ക്ക് ലെറ്റ്, ഹെൽപ്പ് ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് ഒബ്ജക്റ്റിന് ശേഷം V1 ഫോമാണ്. അപ്പം മെയ്ഡിന് ശേഷം ഹിം എന്ന ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് എന്ന V1 ഫോം ഉപയോഗിക്കുന്നു. അടുത്തത് നോക്കാം. അപ്പിയർ, അറ്റംപ്റ്റ്, കെയർ, ക്ലെയിം, കോൺസെൻറ്റ്, ഡിസൈഡ്, ഡിക്ലൈൻ, ഫെയിൽ, ഹാപ്പൻ, ഹോപ്പ്, ലോങ്, മാനേജ്, പ്ലാൻ, പ്രോമിസ്, റെഫ്യൂസ്, സീം, ത്രെട്ടൺ, വിഷ്, വാവ് ഇവയ്ക്ക് ശേഷം വേണ്ട ടു ഇൻഫിനിറ്റീവ്. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ V1 ഫോമിന് തൊട്ടു മുന്നേ ടു ചേർക്കുന്നതാണ് ടു ഇൻഫിനിറ്റീവ്. ഏതെങ്കിലും ഒരു വെർബ്, അതായത് ഒരു V1 ഫോമിനോട് കൂടി മുന്നിൽ ടു എന്ന് ചേർക്കുമ്പോൾ അത് ടു ഇൻഫിനിറ്റീവ് ഫോം ആകും. അപ്പിയർ, അറ്റംപ്റ്റ്, കെയർ, ക്ലെയിം, കോൺസെൻറ്റ്, ഡിസൈഡ്, ഡിക്ലൈൻ, ഫെയിൽ, ഹാപ്പൻ, ഹോപ്പ്, ലോങ്, മാനേജ്, പ്ലാൻ, പ്രോമിസ്, റെഫ്യൂസ്, സീം, ത്രെട്ടൺ, വിഷ്, വോവ് ഇവ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ വരികയും അതിനുശേഷം ഡാഷ് തരികയും ചെയ്താൽ അവിടെ ഉപയോഗിക്കേണ്ടത് ടു ഇൻഫിനിറ്റീവ് പ്ലസ് V1 ഫോമാണ്. അടുത്തത് നോക്കാം. ഔട്ട് ടു, യൂസ്ഡ് ടു ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് V1 ഫോമാണ്. കാരണം എന്താ വെച്ചാൽ ഇവയിൽ ഓൾറെഡി ടു എന്നതുണ്ട്. ടുവിന് ശേഷം V1 ഫോം ഉപയോഗിക്കുക. ഔട്ട് ടു, യൂസ്ഡ് ടു. ഇനി എക്സ്ട്രാ ഒരു ടു പ്ലസ് V1 ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവയിൽ ആദ്യമേ ഒരു ടു ഉണ്ട്. ഔട്ട് ടു, യൂസ്ഡ് ടു ഇവയ്ക്ക് ശേഷം V1 ഫോം മാത്രമേ ഉപയോഗിക്കേണ്ടുള്ളൂ. എക്സാമ്പിൾ നോക്കാം. യു ഔട്ട് ടു ഒബേ യുവർ പാരൻസ്. കണ്ടോ, ഇവിടെ ഔട്ട് ടുവിന് ശേഷം ഒബേ എന്ന V1 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യു ഔട്ട് ടു ഒബേ യുവർ പാരൻസ് എന്നത്. അടുത്തത് ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് ഇവയ്ക്ക് ശേഷം ടു പ്ലസ് ഇൻഫിനിറ്റീവ് ഫോം ഉപയോഗിക്കാം. ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് ഇവയ്ക്ക് ശേഷം ടു പ്ലസ് V1 ഫോം ഉപയോഗിക്കാവുന്നതാണ്. അതായത് ടു ഇൻഫിനിറ്റീവ് ഫോം ഉപയോഗിക്കാവുന്നതാണ്. എക്സാമ്പിൾ നോക്കാം. യു ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ബിഫോർ 5 o'clock. ഇവിടെ ഹാവിന് ശേഷം ടു ഫിനിഷ് ടു പ്ലസ് V1 ഫോം അഥവാ ടു ഇൻഫിനിറ്റീവ് ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. ഹാവിന് ശേഷം യു ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ബിഫോർ 5 o'clock. ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് ഇവയ്ക്ക് ശേഷം ടു ഇൻഫിനിറ്റീവ് ഫോം ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നോക്കാം. ജെറൻഡ്. ജെറൻഡ് എന്താണ്? വെർബിൻ്റെ ING ഫോമിനെയാണ് ജെറൻഡ് എന്ന് പറയുന്നത്. നാമമായിട്ട് ഉപയോഗിക്കുന്ന ജെറൻഡ് വെർബിൻ്റെ ING ഫോമിനെയാണ് ജെറൻഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞു യൂസ്ഡ് ടു, ഔട്ട് ടു ഇവയ്ക്ക് ശേഷം V1 ഉപയോഗിക്കാൻ പാടൂ എന്നുള്ളത്. പക്ഷേ യൂസ്ഡ് ടുവിന് തൊട്ടു മുന്നേ ഒരു ബി ഫോം പറയുമ്പോൾ ഈ സാം, ആർ, വാസ്, വേർ എന്നതാണ് ബി ഫോം. അപ്പോൾ യൂസ്ഡ് ടുവിന് തൊട്ടു മുന്നേ ആ ബി ഫോമിൽ ഏതെങ്കിലും ഒന്ന് തരികയോ അല്ലെങ്കിൽ യൂസ്ഡ് ടുവിന് തൊട്ടു മുന്നേ ഗെറ്റ് എന്ന വാക്യം ഉണ്ടെങ്കിലോ അവിടെ ഉപയോഗിക്കേണ്ടത് യൂസ്ഡ് ടുവിന് ശേഷം ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ ING ഫോം വെർബിംഗ് രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഒരിക്കൽ കൂടി യൂസ്ഡ് ടു, ഔട്ട് ടു ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നത് വെർബിൻ്റെ V1 ഫോമാണ്. എന്നാൽ യൂസ്ഡ് ടുവിന് തൊട്ട് മുന്നേ ഒരു ബി ഫോം എന്ന് പറയുമ്പോൾ ഈ സാം, ആർ, വാസ്, വേർ ആണ്. ഇവയ്ക്ക് ശേഷം ഇവ തന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ യൂസ്ഡ് ടുവിന് തൊട്ട് മുന്നേ ഗെറ്റ് എന്ന വാക്യം ഉണ്ടെങ്കിലോ യൂസ്ഡ് ടുവിന് ശേഷം ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ ING ഫോമാണ്. എക്സാമ്പിൾ നോക്കാം. ദേ വേർ യൂസ്ഡ് ടു കമ്മിങ് ഹെർ വെൻ ഐ വാസ് എ മിനിസ്റ്റർ. ഇവിടെ കണ്ടോ, യൂസ്ഡ് ടുവിന് തൊട്ട് മുന്നേ വേർ എന്ന ബി ഫോം വന്നിട്ടുണ്ട്. അതുകൊണ്ട് യൂസ്ഡ് ടുവിന് ശേഷം കമ്മിങ് എന്ന വെർബിൻ്റെ ING ഫോം കമ്മിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദേ വേർ യൂസ്ഡ് ടു കമ്മിങ് ഹെർ വെൻ ഐ വാസ് എ മിനിസ്റ്റർ. യൂസ്ഡ് ടുവിന് തൊട്ട് മുന്നേ വേർ എന്ന ബി ഫോം ഉണ്ട്. അതുകൊണ്ട് യൂസ്ഡ് ടുവിന് ശേഷം കമ്മിൻ്റെ വെർബിംഗ് ഫോം കമ്മിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, ക്യാൻറ്റ് ഹെൽപ്പ്, ക്യാൻറ്റ് സ്റ്റാൻഡ് ഈ വാക്യങ്ങൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ അവയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ING ഫോമാണ്. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, ക്യാൻറ്റ് ഹെൽപ്പ്, ക്യാൻറ്റ് സ്റ്റാൻഡ് ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ഇവയുണ്ടെങ്കിൽ നോക്കാം.
ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, ക്യാൻഡ് ഹെൽപ്പ്, ക്യാൻഡ് സ്റ്റാൻഡ്. ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ ING ഫോമാണ്. ഇറ്റ് ഈസ് നോ ഗുഡ് കമ്മിങ് ഹെർ, ഇറ്റ് ഈസ് നോ ഗുഡ് കമ്മിങ് ഹെർ. കണ്ടോ, ഇവിടെ ഇറ്റ് ഈസ് നോ ഗുഡിന് ശേഷം വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ഗീവ് അപ്പ്, ബിസി, എൻജോയ്, ഡിസ്ലൈക്ക്, കീപ്പ്, അവോയ്ഡ്. ഇവയ്ക്ക് ശേഷം വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഗീവ് അപ്പ്, ബിസി, എൻജോയ്, ഡിസ്ലൈക്ക്, കീപ്പ്, അവോയ്ഡ്. ഇവയ്ക്ക് ശേഷം വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം. ഹീ ഗേവ് അപ്പ് സ്മോക്കിംഗ്, ഹീ ഗേവ് അപ്പ് സ്മോക്കിംഗ്. കണ്ടോ, ഗീവ് അപ്പിന് പകരം പാസ്റ്റ് ഗേവ് അപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ ഗേവ് അപ്പ് സ്മോക്കിംഗ്. ഐ ഡിസ്ലൈക്ക് വാച്ചിങ് ഹെർ, ഡിസ്ലൈക്കിന് ശേഷം വാച്ചിങ് എന്ന ING ഫോം വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ഷീ എൻജോയ് സിംഗിങ് സോങ്സ്, എൻജോയ്സിന് ശേഷം സിംഗിങ്ങിൻ്റെ ING ഫോം സിംഗിങ് ഉപയോഗിച്ചിരിക്കുന്നു. ഷീ എൻജോയ് സിംഗിങ് സോങ്സ്. വി മസ്റ്റ് അവോയ്ഡ് ടേക്കിംഗ് റിസ്ക്സ്, അവോയ്ഡിന് ശേഷം ടേക്കിംഗ് എന്ന വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ വീക്ഷിച്ചതിന് എല്ലാവർക്കും നന്ദി.